ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മളെ ഇന്ന് നമ്മളെ ചെറുക്കപ്പാണം ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുക്കപ്പാണം ശങ്കരങ്ങളെ നമ്മുടെ തൊട്ടിപ്പുറമുള്ള പാടത്ത് തന്നെ വല വെക്കുക കേട്ടോ. ദേവശങ്കരി പാടത്താണ് ഇന്ന് വല വെക്കുന്നത്. അപ്പം അപ്പാപ്പയ്ക്ക് ഇന്നൊരു മരണമുണ്ട്. അത് കാരണം ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് പോകും. അത് കാരണം ഞാനിന്ന് ഇറങ്ങിയില്ല. അപ്പം ചെറുക്കാണൻ ഒന്ന് ചോദിച്ചേക്കണം കേട്ടോ. 1.5 മാസം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പം പെരമണിയായിരുന്നെന്ന് പറഞ്ഞ് 2 മുറി ഇറക്കുമായിരുന്നു സെപ്പറേറ്റ്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലായിരുന്നു. അപ്പോൾ അണ്ണം വന്ന് ശാലം വെളുത്തു കൊടുത്തൊക്കെ ഇരിക്കുമോ കേട്ടോ. ഇവിടെ നിന്ന് എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ഡയറക്റ്റ് നിൽക്കുന്നില്ല അവിടെ. കല്ലിന് പറ്റ നിൽക്കുന്നു. രാവിലെ ഓട്ടം വല്ലതും കിട്ടിയാ നിനക്ക്? ഉണ്ടായിരുന്നു. 11 മണി വരെ ജസ്റ്റൊക്കെ വർക്കുള്ളൂ അല്ലേ? 10:30 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടായി. നമ്മൾ അന്വേഷിച്ച ആള് ലാൻഡ് ചെയ്തു കേട്ടോ. ഇത് നോക്കിക്കേ. നമ്മുടെ അപ്പം പറയുന്നത് പറക്കുഴി മുഴുവനും സക്കറ എന്ന് പറയുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. സക്കര അപ്പനെ ഇടിച്ചു മറിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. എല്ലാം ഓരോ കിലോ ടൈപ്പ് സക്കര. കാണണ്ടേ. നമ്മൾ ഈ വിരിവിന്ന് 3-4 സിലോപ്പിയും വലിയ സിലോപ്പി 1/2 കിലോ ടൈപ്പ് സിലോപ്പിയും സക്കറപ്പം 2-3 പിടിച്ച് എറിഞ്ഞു കേട്ടോ. ശങ്കർ ഒരു സിലോപ്പി പിടിച്ചു കേട്ടോ. ആ കാടിനകത്തുണ്ട്. വലുതാണോടാ ശങ്കര? ഇതേ അവിടെ നമ്മുടെ സഹോദരങ്ങൾ വല വെക്കുന്നു. നമ്മുടെ നേരെ പുറയിലുള്ള ഈ കരം കണ്ടോ. ഇതിൻ്റെ അകത്ത് ഈ കഴുനയുടെ കൂടാ കേട്ടോ. കഴുനയുടെ കൂടാന്ന് പറഞ്ഞാൽ അപ്പാപ്പ ഒരു 5-6 കൂട് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കൂട് മൊത്തം എല്ലാ ദിവസവും കടിച്ച് കീറിക്കളയുമായിരുന്നു. ഇപ്പം നമ്മളിവിടെ ഇടിച്ചപ്പോൾ ഇല്ല. അവിടെ നിങ്ങൾ കാണാമെന്നറിയില്ല. ആ മരം കണ്ടോ. ആ മരത്തിൻ്റെ ചുറ്റും മൊത്തം കറുപ്പ് വെച്ച് പൊങ്ങി നിൽക്കുന്നു. ഇപ്പം നമ്മൾ വല ഇപ്പം അവിടെ നിന്ന് ഇറക്കി. ഹായ് ഹായ് നമ്മുടെ സബ്സ്ക്രൈബറാണ്. മരത്തിൻ്റെ അവിടെ പോണ്ടെണ്ണ. ഇപ്പം നമ്മൾ അവിടെ നിന്നൊരു വല ഇറക്കാൻ നമ്മൾ വലിച്ചുകൊണ്ട് വരുവാണ്. ഈ മൂല വരുമ്പോൾ വന്ന് ചവിട്ടി നിർത്തണേ. ഇത്ര സ്ഥലം തപ്പിയിട്ട് വേണം പിന്നെ പോകാം. നോക്കണം കേട്ടോ. അതെ കുപ്പിച്ചില് കാണും കേട്ടോ ശങ്കര.
അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാരി വെച്ചതാ അല്ലേ അപ്പം ഈ പൂണ് അപ്പൻ്റെ ഒരു സിലോപ്പ് മുട്ടി കേട്ടോ. ശങ്കർ ബ്രോ ആ കരവ് ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കുക, അങ്ങ് കുറേ കൂടെ അകത്തോട്ട് മാറി അതിൻ്റെ ചേറ കേട്ടോ. എന്നാടാ ശങ്കറെ വരാലാ? ശങ്കറിൻ്റെ ഒരു വരാൽ ഇങ്ങോട്ട് മാറി കേട്ടോ. ഇങ്ങോട്ട് തപ്പിയിട്ട് ഈ വല ഇങ്ങോട്ട് കയറ്റാം. നീ അവിടെ വന്ന് തപ്പി ഇങ്ങോട്ട് മുമ്പോട്ട് കയറുമല്ലോ. ശങ്കര പാടെ ശങ്കര കയറി. എല്ലാം കുറ്റിയുണ്ട്. നമ്മുടെ വലയിൽ ഒരു വരാലടിച്ചു കേട്ടാ കുറവുലക്ക്. ശങ്കര നോക്കിക്കടാ, നടുക്ക് കുറ്റി കാണും ചിലപ്പോൾ. കുറ്റിയെല്ലാം ഉടക്കി കിടക്കും. ഇപ്പോഴേ സിലോപ്പ് നമ്മുടെ ഈ വലക്കകത്ത് കയറിയിട്ടുണ്ടേ. ഇടത്തരമല്ല ശങ്കര, ഇടത്തര സിലോപ്പിയോ വല കയറി. നമ്മളെ പുറകു വലയും ഇവിടെ സെറ്റ് ചെയ്തു കേട്ടോ. ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇല്ല അവിടെ കുത്തിയിരിക്കുന്ന ആ ഫ്രണ്ട് വലയുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് പോളയപ്പുണ്ട്. ആ പോളയൊന്ന് വാരി 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 അവർ കരക്കോട്ട് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അനക്കും. ആ വലയിൽ ചെന്ന് കയറി ചിലതെന്ന് പറഞ്ഞാൽ ചില മീനെ ഫ്രണ്ടിലത്തെ വലയിൽ ചെന്ന് മുട്ടി വെച്ച് അതുങ്ങൾക്ക് അപകടമാണെന്ന് തോന്നിയാൽ അതുങ്ങൾ തിരിച്ചു പോരും. ആ തിരിച്ചു വരുന്നത് ഈ വലക്കകത്ത് വന്ന് വീണോളും. അതിനാണ് നമ്മൾ അപ്പുറം ഇപ്പുറം വല വെക്കുന്നത് കേട്ടോ. ഈ വലക്കകത്ത് എന്തോ ഒന്ന് അനങ്ങുന്നുണ്ട്, അത് ഇവിടെ വലിക്കുന്നുണ്ട്. സക്കറും ഉണ്ട്, സിലോപ്പിയും ഉണ്ട്, വരാലും ഉള്ളതാണ്. പക്ഷെ നമ്മുടെ ഈ സക്കർ ചില സമയത്ത് നമ്മളെ അതിയായിട്ട് നമ്മളെ മോഹിപ്പിക്കും. കാരണം സക്കർ വന്നു കിടന്നുള്ള അനക്കം കണ്ടു കഴിഞ്ഞാൽ നമ്മളവർക്ക് വലിയ വരാലാണെന്ന് വിചാരിക്കും. അത്ര രീതിയിലായിരിക്കും അവൻ വലക്കകത്ത് കിടന്ന് വലിക്കുന്ന. ഭയങ്കര പവറാണ്. ഒരു ചേറുമീൻ്റെ ഒരു 2 കിലോ 3 കിലോ വലിപ്പമുള്ള ചേറുമീൻ്റെ പവറായിരിക്കും ഒരു സക്കറിന്. ഇത് കണ്ട് ഇപ്പം നമ്മളത് ഈ വല വലിയ ഈ കമ്പം കുത്തിക്കുന്നത് ഈ വല ഇപ്പം വലിക്കും. ഇപ്പം 2-3 റൗണ്ട് വലിച്ച് ഇപ്പോഴേ ഇപ്പം നമ്മുടെ വല വലിയൊരു വലുവ് വരുന്നത് വലിയ വരാലായിരുന്നോ വാളയായിരുന്നോ എന്നൊരു സംശയം. പക്ഷെ നമ്മൾക്ക് ആ സമയത്ത് നമുക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് സ്ലോ മോഷൻ ഇട്ട് നോക്കിയാലും നമുക്ക് മനസ്സിലായാലും എന്തുമായിരുന്നു മറിഞ്ഞതെന്ന്. വലുതായിരുന്നു കേട്ടോ നമ്മുടെ ഈ വല വലിച്ച് മറിഞ്ഞ്. നമ്മൾ ആ വല വലിക്കുന്നുണ്ട് അല്ലേ. അതിവിടെ ആദ്യം തൊട്ടേ നമ്മുടെ ഈ കൈ വലിക്കുന്നുണ്ട്. ഈ കുറ്റി ഇട്ടിരിക്കുന്ന ഇപ്പുറത്തോട്ട് വലിക്കുന്നത്. നമ്മുടെ ഈ പൊക്കി ഇട്ടിരിക്കുന്ന ആ ഭാഗത്ത് സിലോപ്പി വന്ന് വെള്ളം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയാൻ പറ്റില്ല കേട്ടോ. സിലോപ്പിയാന്ന് തോന്നുന്നില്ല, ഇല്ല വലയൊന്ന് കടിച്ചോണ്ട് പോകുന്ന സിലോപ്പി കേട്ടോ. ഇവിടുത്തെ സിലോപ്പി കയറി കിടപ്പുണ്ട്. പിന്നെ കേട്ടോ പൂളയെല്ലാം കയറ്റി നമ്മൾ വല വെച്ചിരിക്കുന്ന അവിടെ, അതാണ് നമ്മുടെ ഫ്രണ്ട് വല. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഷട്ടറൊക്കെ ഇട്ട് ഇനിയൊക്കെ നമ്മളാ ഇത് കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഇങ്ങനെ വയ്ക്കുക, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചാടിയാലും അറിയാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആറ്റിലേക്ക് പണിക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ കൊമ്പനും ചേറുമീനും കരിമീനൊക്കെ ഒന്നോട്ടേ കാണത്തുള്ളൂ. എന്നാലും മഞ്ഞക്കൂരി അത് ഇതും എല്ലാം കൂടെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള പണിക്ക് കിട്ടും. അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഇതിന് മുന്നേ ഉള്ള 2-3 വീഡിയോയ്ക്ക് മുന്നേ തന്നെ അപ്പാപ്പി പറഞ്ഞിട്ടുണ്ട് ഇനി തൊട്ട് നമ്മുടെ കൊമ്പൻ്റെ വേട്ടയാണെന്ന്. അപ്പം
നമ്മൾ അടുത്തുള്ള 1-2 പാടം കൂടെ പറ്റി വരുന്നുണ്ട്. അപ്പം ഈ പാടം ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോൾ എങ്ങനെയായാലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കിട്ടും. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ കൊമ്പൻ്റെ പണിയായിരിക്കും. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇല്ല, ആ മരം അങ്ങനെ കിടക്കുന്നതുകൊണ്ടേ നമുക്ക് ആ വല ഇങ്ങോട്ടോ ഈ വല അങ്ങോട്ടോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി സിലോപ്പി ആകുമ്പോൾ ഞാൻ ഇതിന് മുന്നേ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സിലോപ്പി, വാള, മറ്റുള്ള മീനൊക്കെ ഈ വരാലുകാരി ചെമ്പല്ലി ഒഴിച്ച് മറ്റുള്ള മീനെന്നൊക്കെ പറഞ്ഞാൽ ഈ വളർത്തു വരാലാണെങ്കിലും വേറൊരു കുഴപ്പമുണ്ട്, ഇടിച്ചനയ്ക്കാൻ കയറണമെന്നില്ല. നമ്മൾ ഒരു വല വലിച്ചു കൊണ്ടുവന്ന് മറ്റേ വല അടുപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ മീനെ നമുക്ക് തീർത്ത് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു കാരണവശാലും ഈ വല അങ്ങോട്ടും വലിച്ചടിപ്പിക്കാൻ പറ്റത്തില്ല, അത് ഇങ്ങോട്ടും വലിച്ചടിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വലയുടെ മൂട്ടിലായിട്ട് സിലോപ്പി വന്ന് പൊങ്ങി നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് എനിക്ക് കണ്ണിന് കാണാം കേട്ടോ. നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് അത് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റില്ല. എന്നാലും ഇത് കേട്ടോ, ആ തെളിവിന് മൊത്തം നിന്ന് വെള്ളം എടുക്കണം. ആ കമ്പിൻ്റെ പരിസരത്ത് എന്താ ഇന്ന് വെള്ളം എടുക്കണം. സിലോപ്പി കേട്ടോ. ഇപ്പോൾ അവൾ അടിച്ചു, അത് വരാല്ല കേട്ടോ. ഇപ്പോൾ ആ കമ്പിൻ്റെ പറ്റ അനങ്ങിയത് വരാല്ല. ഇത് എന്താ ഇപ്പം നമ്മൾ അപ്പാപ്പ ഇവിടെ നിന്ന് കഥ പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും അവിടെ അവർ ഹെവി പണിയാണ് ചെയ്യുന്നത് കേട്ടോ. പോള വാരി കരക്കോട്ട് ഇടുക എന്താ, അവർ ആ പോള വാരി വെച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കരക്കോട്ട് കൂന കൂട്ടി വെക്കുക. ഈ പോള നമ്മൾ കാണുമ്പം മേളിലോട്ട് എന്തുമാത്രം തണ്ടിന് നീളമുണ്ടോ അതനുസരിച്ച് തന്നെ അതിൻ്റെ വേരിനും കീഴോട്ട് നീളമുള്ളതായിരിക്കും. മീൻ കൂടുതലുള്ള ഏരിയകളിലാണെങ്കിൽ ഈ പോളയുടെ വേരുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഈ തണ്ട് എന്തുമാത്രം മേളിലോട്ട് പോകണോ അത്രയും തന്നെ താഴത്തോട്ട് വേരും ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മീൻ കൂടുതലുള്ള സ്ഥലത്തൊന്നും അങ്ങനെ വേര് കാണത്തില്ല. കാരണം ചെറുതായിട്ട് കിളുത്ത് വരുന്ന വേരെന്നൊക്കെ പറയുമ്പം തീരെ മൃദുലമായിരിക്കും. അത് കാരണം മീനൊക്കെ അത് കൊത്തി അത് തിന്നും. അപ്പം ഇപ്പോൾ വേരില്ലാത്ത, പക്ഷേ ഈ പോളയ്ക്കൊക്കെ നല്ല ഹെവി വേരുള്ളതാണ് കേട്ടെ, നല്ല വേരുണ്ട്. അപ്പോൾ അത്ര സ്ഥലത്ത് ഇത് എന്തോ പറഞ്ഞു, അപ്പോൾ അത്ര സ്ഥലത്ത് വെള്ളം പിടിക്കാൻ നേരത്തും നല്ല വെയിറ്റായിരിക്കും ഈ പോള. അപ്പം നമ്മൾ നമ്മുടെ തലപ്പൊക്കത്തിന് മേടിക്കടെ എറിഞ്ഞാലേ നമുക്ക് കരയ്ക്കോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ വെള്ളത്തിൽ വയ്ക്കുമല്ലോ. പണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പൊക്കം, അപ്പോൾ ഈ പൊക്കത്തിൽ കൂടെ നമ്മൾ പോള വാരി എറിഞ്ഞാൽ മാത്രമേ കരയ്ക്ക് ചെല്ലത്തുള്ളൂ. അപ്പം ഇത് നമ്മൾ നമ്മളിപ്പം അപ്പാപ്പി കരക്ക് വയ്ക്കുമ്പോൾ അപ്പാപ്പി പറയുമ്പോൾ സിമ്പിളാണ്, ഇങ്ങനെ അങ്ങോട്ട് എറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നേരത്തെ സിമ്പിളാണ്. പക്ഷേ നമ്മളത് ചെയ്യുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. കാരണം ഒരു ദിവസമെങ്കിലും ഈ പരിപാടി ചെയ്താലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമ്മളൊരു വെയിറ്റുള്ള സാധനം എടുത്ത് നമ്മൾ കൈ ഉയർത്തി നമ്മൾ മേളിലോട്ട് ഇങ്ങനെ കണ്ടിന്യൂ അത് ഒരു മണിക്കൂർ നേരം ചെയ്യാൻ നേരത്തെ അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇല്ല, അവർ എന്തൊക്കെയാലും അവർ ആ വല പൊക്കി കേട്ടോ, നമ്മുടെ ആ അപ്പുറത്തെ വല പൊക്കിയ, ഇപ്പോൾ അപ്പുറത്തെ വല പൊക്കിയത്, ഇപ്പോൾ ഈ വല എന്തോ അടിച്ചിട്ടുണ്ട്, നമ്മൾ ആ വല പൊക്കിയിരിക്കുക. ആ വല പൊക്കി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇടിച്ചനക്ക് തപ്പി അവർ ഇങ്ങോട്ട് വന്ന് ഇതും പൊക്കും. അപ്പം ഇതിൻ്റെ അകത്തിപ്പം വരാൽ ഒരെണ്ണം അടിക്കുന്നുണ്ട്. പിന്നെ അതിന് മുന്നേ അടിച്ചത് വരാൽ തന്നെയാണോ? ഇപ്പം വന്ന വരാലാന്ന് തോന്നുന്നു കേട്ടോ. അവർ ആ മരത്തിൻ്റെ ഓളം പറയാം കേട്ടോ, തപ്പി. സിലോപ്പി എപ്പം പറഞ്ഞാലോ. ഇപ്പം അപ്പനൊരു സിലോപ്പി പിടിച്ച് വലയുടെ മേളിലേക്ക് ഇട്ട് വലയുടെ മേളിൽ ഇട്ടോടാ, വലയുടെ മേളിലോട്ട് ഇട്ടോളെ. ശങ്കർപോയും പിടിച്ചേർന്നു കേട്ടോ. വരാലോ സിലോപ്പി ശങ്കർപോയുടെ ചാടി, സിലോപ്പിയാണ് ചാടിയത്.
വല പൊക്കുക. ശങ്കര അപ്പം വല പൊക്കി വരുവാടാ. ഈ വല തന്നെ എടുക്കുക കേട്ടോ. ഈ വല തന്നെ എടുക്കുവാന്ന് തോന്നുന്നു ആദ്യം. അതിൻ്റെ അപ്പുറം ആ കൈ താന്ന് കിടക്കുവാടാ. അപ്പൊ എന്തോ ഒരു വലുത് വന്ന അടിച്ചായിരുന്നപ്പ. അതല്ല, ഞാൻ ആദ്യം പെട്ടെന്ന് കണ്ടില്ല, അത് വെള്ളായം മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് വാള പോലെ തോന്നി ആദ്യം. മീനാണോ? എങ്കിൽ അതായിരിക്കും ഞാൻ അടിക്കുന്ന കണ്ടത്. തീർന്നു, ഭയങ്കര അടിയായിരുന്നു. അതെ 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 അതെ, ഞങ്ങളുടെ വെള്ളം. വെള്ളം എവിടെ കിടക്കുന്നത്? മറ്റേ കലം വേണോ? ഉണ്ടോ? എടാ വലിയ കൊല്ലി ഉണ്ടായിരുന്നോ? അങ്ങ് വേണ്ട, എടുത്ത് ഇവിടെ തന്നാ മതി, ഞാൻ വള്ളത്തിൽ ഇടാം. ചേർമീൻ, നല്ലൊരു ചേർമീൻ ഉണ്ട് കേട്ടോ. നമ്മള് ഇവര് കാഴ്ചക്കാര് മാത്രമല്ല കേട്ടാ, ഇപ്പഴാ അറിയുന്ന നമ്മുടെ സബ്സ്ക്രൈബറും കൂടെ ഇവരെല്ലാരും കേട്ടാ. നമ്മുടെ വീഡിയോ ഇവരെല്ലാരും കാണുന്നതാണ്. എന്റെ മുഖം ഒന്ന് കാണിക്കും. അത് തീർച്ചയായിട്ടും കാണിക്കാം. ഹലോ, അതെന്റെ പേരെന്തുവാ? മുഖം മാത്രം. എന്റെ പേര് ശിവൻകുട്ടി. എവിടെയാ? കൈനഗിരി. കൈനഗിരിയാണോ? കൈനഗിരി പള്ളിയുടെ തെക്കോ. വീട്ടുപേര് വാണിയപ്പുരയ്ക്ക്. ചവറിലേക്ക് കുടഞ്ഞിട്ടപ്പോ ഞാൻ വള്ളത്തിലേക്ക് കൊണ്ടിടാം. നമ്മുടെ ഫ്രണ്ട് പോലെ ഇനി അപ്പുറം ഉണ്ട് കേട്ടാ. അത് ഒത്തം നിങ്ങളെ മീൻ എടുക്കാനുണ്ടത് പോളയായിട്ട് കിടക്കുക. പോള ആ വലക്കകത്ത് പോള നിറച്ച് കയറ്റിയിട്ടിരിക്കുക. അങ്ങ് കേറിക്കോ, പിടിക്കാണ്ടാ. ഇല്ല, സാധനമാണ്. അത് 5 മിനിറ്റ് പോരെ? അത് അല്ല, അണ്ണൻ്റെ മോട്ടർ ഓടിക്കാനായിട്ടാ ചോദിച്ചത്. വരാല് ആക്കലതി ഇതിൻ്റെ അകത്ത് സിലോപ്പി മാത്രം.
ഇതെല്ലാം കുഞ്ഞാ കേട്ടോ. കുഞ്ഞ് വലുതായിട്ട് പറഞ്ഞേ. ഒരു 100 രൂപ മീൻ സംഭവം. താങ്ക് യു. കൈനീട്ടോ കേട്ടാ. ഇനിയും വല വെക്കുന്നുണ്ട്. ഈ കൈനീട്ടത്തിലാണ് ബാക്കി കാര്യം കംപ്ലീറ്റ്. ആ ചവറുണ്ട്. ചവറൊന്ന് കളയണം. ചവറ് കളയുന്ന പോയി. ചവറെല്ലാം മേളി വരും. മീൻ വലയുടെ ഏറ്റവും അടിയിൽ കിടന്നതാണ്. നമ്മൾ ചവറങ്ങ് ഇട്ടാൽ മതി. വലിയ സിലോപ്പി നമുക്ക് റോഡ് 200 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും കേട്ടോ. 200 രൂപ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. 200 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. ഇതിപ്പം പടിഞ്ഞാപ്പുറത്തെ വല എടുത്തോണ്ടിരിക്കുക. എന്തായി? ആ വരട്ടെ. വിട്ടോ നമ്മുടെ ചേറുമീനും വരാലും കേട്ടെ. നമ്മുടെ ചേറുമീൻ 2 കിലോ കേട്ടോ. 2 കിലോ ചേറുമീനുണ്ട്. നമ്മുടെ നോട്ടത്തിൽ 2.5 കിലോ കാണുന്നുണ്ട്. എന്നാലും 2 കിലോ ഉറപ്പായിട്ടുമുണ്ട്. 2 കിലോ ഒരു 7 കിലോ വരാൽ. മൊത്തം ഒരു 9, 10, 11 കിലോ മീനുണ്ട് കേട്ടോ. ഈ വരാലും ചേറുമീനുകളാണ്. നമ്മുടെ ശങ്കർ ബോസ് സിലോപ്പി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ സിലോപ്പി അതങ്ങാണ്. നമുക്കവിടെ പോകാൻ പറ്റത്തില്ല. നമ്മുടെ പോവുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സെല്ലാം അഴുക്കാവും. അതാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതങ്ങനെ കറങ്ങിയാണ് വരുന്നത്. അപ്പോൾ അവർ ആ സിലോപ്പിയുടെ കൊണ്ടുവന്ന് വെച്ചും വേണം വള്ളത്തിലേക്ക് ഒന്ന് കൊണ്ടിടാനായിട്ട്. പിന്നെ നിങ്ങൾ വലയടി. അപ്പം ഞാൻ കാലം തരാം. എന്തായി? ആ ഓക്കെ. ആ വിട്ടെ.
നമ്മുടെ പാരാളി ഇവിടെ ഇരിക്കുക. നമ്മുടെ സിലൂപ്പി ഇപ്പം വന്ന സിലൂപ്പി കൊണ്ടുപോയി നമുക്കൊന്ന് വള്ളത്തെ ഇട്ടേച്ചും വരാം. അപ്പാ പതിയെ ഓ പോയോ ആ ഉണ്ട്. വാ ചേർമീൻ കേട്ടാ. ചെറുക്കാനാ ചേർമീൻ 500 രൂപ കൊടുക്കുക. വണ്ണം വെക്കട്ടെ കഴിച്ച് വണ്ണം വെക്കട്ടെ. എന്തോലെ ഏതാ വലുത് അത് 500 രൂപ. അതില്ല അച്ഛൻ 15 അച്ഛൻ പറഞ്ഞ ജേഷ ആ ജേഷല്ല അല്ല നാടൻ വരാല് ഒരു ഇതെന്തല്ലോ ഇല്ലേ ഒന്നുണ്ടോ ഉണ്ട്. ഒരു ചെറു രൂപ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. തൂക്കാൻ കിണന്നരാം. ചെറുത് മതിയോ? അവർക്ക് ചെറുത് തരാം. ഇങ്ങോട്ട് മാറ്റി വെച്ചാ എന്ത് ആറ്റിക്കളയണം. പിടിക്കാൻ വേണ്ടി വളരെ കാര്യം നമ്മൾ അച്ഛനെ കൊടുക്കുവോ കേട്ടാ. അച്ഛൻ ആ ചേർമീൻ അടിക്കാൻ വേണ്ടി അച്ഛൻ ഒന്ന് ചിരിച്ചേക്കാ. അച്ഛൻ അച്ഛൻ മേടിക്കും. അച്ഛൻ സന്തോഷം. വരണ്ട ചെറുമീൻ ചേർമീൻ അതേ ഉള്ളു. ആണോ അതേ ഉള്ളു. നിങ്ങൾക്ക് എന്നാ വരാൻ വേണ്ട തിരുവപ്പി മതി. അതെ ഇത്തവണ എന്തോ ബാക്കി മൂപ്പള്ളി 1.5 ഗ്രാം 50 രൂപ. വൈകിട്ട് ഒരു പ്രീമിയം ആക്കിയാൽ അവനാക്കിയില്ലെന്നോ ആക്കിയത് സജ്ജനെ വിളിച്ചു വെച്ചിട്ടാണ്. ആണോ ബെൻഷടി വെച്ച് ബാക്കിയില്ലെന്ന് പറഞ്ഞു. അവനിറക്കുന്നു ബൈക്ക് ഇറക്കുന്നു. എന്ത് ചെയ്ത് ചെടി ഇങ്ങോട്ട്
നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു 1 കിലോ കേട്ടോ, 1 കിലോ സിലോപ്പി. അത് കറക്റ്റ്, അത് കിട്ടിയിട്ടുണ്ട്. കൊണ്ടുണ്ട് ഒറ്റയടിക്ക് വാ വിളിക്കുന്നുള്ളൂ. നിങ്ങളെവിടെയാ സ്ഥലം? പൂങ്കാവല്ലേ? കുത്തി വഴി വരും കേട്ടോ. നമ്മുടെ ചെറുക്കാനും ശങ്കർ ബ്രോയും കൂടെ അങ്ങോട്ട് പോയിരിക്കും. ആ മറയത്തായിട്ട് വല വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അനി നമ്മുടെ സുഹൃത്താകട്ടെ, അവൻ തെറ്റുന്ന. അപ്പം നമ്മൾ രണ്ടെണ്ണം. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് തന്നെ കിട്ടിയായിരുന്നു? ഇവിടെ നേരത്തെ വന്നിട്ട് പോയിട്ട് അവിടെ മൊത്തം പായൽ കയറി കിടക്കായിരുന്നു. ആണോ? ഇവിടെ പാലത്തിന്റെ അവിടെ? പാലത്തിന്റെ അവിടെ. അവിടെ സിലോപ്പിയും വരാനും ഉണ്ടാകും. അവിടെ സെക്കൻഡിൽ താമസം ഉണ്ടോ? സംഭവം ഷാർപ്പായിരുന്നത്. അത് സെക്കൻഡിൽ താമ പോയിട്ടുണ്ടെങ്കിലും കണ്ട എടുക്കുവോ അതിനാ? അയ്യേ നല്ല സാധനമായിരുന്നു. അതൊരു ഇപ്പൊ തന്നെ മുങ്ങും. അവിടെ തന്നെ മുങ്ങും. അപ്പുറത്തിട്ട് എടുത്താടാ.